ശ്രീ ജോർജ് ജോസഫ്, ഞാൻ നേരത്തെ പറഞ്ഞ കോൾ ഔട്ടിന്റെ കാര്യം അങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കില്ല. പക്ഷേ ഈ പറയുന്ന കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങളിൽ ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഇടപഴകുക, അത് കഴിഞ്ഞൊരു പ്രത്യേക സമയം വിയോജിപ്പുണ്ടാകുമ്പോഴേക്കും പിരിഞ്ഞു പോവുക, എന്നിട്ട് ഇന്നലെ വരെ നടന്നത് ഓക്കെ, ഇന്ന് മുതൽ നടന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തീയതി വരെ നടന്നത് കൺസെന്റോടെ, അത് കഴിഞ്ഞ് കൺസെന്റ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ കണ്ണിൽ അത് റേപ്പാണ്, അവർ റേപ്പ് വിക്റ്റിമാണ്. അത് ദഹിക്കാൻ പ്രയാസമുണ്ട് ശ്രീ ജോർജ് ജോസഫ്. മറ്റൊരു വിഷയം ഞാനെത്താം. ഉറപ്പായും ശ്രീ ജോർജ് ജോസഫ്, നിയമത്തിന്റെ കണ്ണിൽ അത് റേപ്പാണ്, റേപ്പ്. നമ്മുടെ നിയമം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അത് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ പറയുന്ന മുഖവിലക്കെടുക്കുന്ന നിയമം അത് നല്ല കാര്യവുമാണ്. ഇവിടെ ഈ പറയുന്ന പെൺകുട്ടിയുടെ മൊഴി പോയി എടുത്തു എന്ന് പറയുന്നുണ്ട്. ആ മൊഴിയിൽ ആ പെൺകുട്ടി ഉറച്ചു പറയുകയാണ്, അയാൾ എന്നെ മോശമായി പെരുമാറുന്നു. ഉറച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല ശ്രീ ജോർജ് ജോസഫ്. ഇല്ല, നമ്മൾ വ്യത്യസ്തമായിട്ട് ഈ കാര്യത്തിൽ ചിന്തിക്കണം. കാരണം ആ സീൻ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് അയാൾ കൈകൊണ്ട് തട്ടി, പക്ഷേ വീണ്ടും അവരൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കോഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. 27 ലക്ഷം പേരല്ലേ കണ്ടിരിക്കുന്നത്, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. അവരൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നെന്ന് ഞാൻ അറിയുന്നത്, സാമൂഹിക പ്രവർത്തകയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അത് മുതലെടുത്തു. അതുകൊണ്ടാണ് അവർ ആ രീതി പ്രവർത്തിച്ചത്. പക്ഷേ നമുക്ക് നിയമപരമായിട്ട് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരാളുടെ അനുവാദമില്ലാതെ ഇതുപോലെയുള്ള ആക്ഷനൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചു വേണം. സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പലയിടത്തും പോയി പലരെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഒഫൻസീവ് ആണെന്ന് മനസ്സിലാക്കും. അവരുടെ ഒരു പ്രൈവസിയിലിട്ട് നമ്മൾ കയറുകയാണ്. പക്ഷേ ഇതിനകത്ത് മരിച്ചയാളുടെ കാര്യം ഞാനങ്ങ് വിടുകയാണ്. കാരണം അത് നമ്മൾ പരാമർശിക്കുന്നത് ശരിയല്ല. അതേസമയത്ത് ഈ പെൺകുട്ടി എന്താണ് ചെയ്തത്? ഈ സോഷ്യൽ മീഡിയയിൽ അത് ലൈവാക്കി അത് സർക്കുലേറ്റ് ചെയ്തു. IT ആക്ട് 67 ഒഫ്സീനൊരു ആക്റ്റാണെന്ന് അവർ പറയല്ലേ. അയാൾ തട്ടുകയും മുട്ടുകയും ചെയ്ത് അവരുടെ നെഞ്ചുഭാഗത്തൊക്കെ തട്ടിയെന്ന് പറയുമ്പം അത് തീർച്ചയായിട്ടും ഒരു ഒഫ്സീൻ ആക്റ്റാണ്. ആ ഒഫ്സീൻ ആക്ട് അവർ സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ IT ആക്ട് പ്രകാരം 67 പ്രകാരം കുറ്റകരമാണ്. തീർച്ചയായിട്ടും 5 വർഷത്തെ ശിക്ഷ അവർക്ക് വേണം. അതോടെ അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡാണ്. അപ്പോൾ അയാൾ ഈ നഷ്ടം അതുപോലെ തന്നെ ഈ മാനഹാനി എല്ലാം കണ്ടിട്ട് ആ പാവം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡാണ്. 108 പ്രകാരം തീർച്ചയായിട്ടും അതൊരു 10 വർഷത്തെ ശിക്ഷ. ഇത് 2 സെക്ഷനില്ല. അതുകൊണ്ട് ഇതുപോലെ അനുഭവം ഉണ്ടാകുന്നവരെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ഇങ്ങനെ ആവുമ്പോൾ അവർ റിയാക്ട് ചെയ്യും, മാറിക്കട അങ്ങോട്ടെന്ന് പറയും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആൾ ഇയാൾ എന്നെ ഇങ്ങനെ കാണിക്കുന്നു, അല്ലെങ്കിൽ കണ്ടക്ടറെ വിളിച്ചു. അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ ഈ കിട്ടിയൊരു അവസരം അവർ മുതലാക്കി പണമാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ പരാതിപ്പെടാതിരുന്നത്. അവർ പിന്നെ ഇപ്പോൾ ഡിഫൻസ് പറയുന്നുണ്ട്, അവർ വടകര പോലീസ് സ്റ്റേഷനിൽ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ എന്തുകൊണ്ട് കൊടുത്തെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു കൈമുട്ട് മുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടെങ്കിലും അത് ആക്സിഡൻ്റലാകാം. പക്ഷേ പിന്നീട് അവർക്ക് അവിടുന്ന് മാറി നിൽക്കാമായിരുന്നല്ലോ, ആ പൊസിഷനിൽ നിന്ന് മാറാമായിരുന്നു. അവർ മാറിയില്ല. അപ്പോൾ അത് മുതലെടുക്കുകയായിരുന്നു, അവർ പണമാക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഇതിനോട് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇടരുത്. അവർക്ക് അപകടം ഉണ്ടാവും, മാനഹാനി കൊണ്ട് അവർ ആത്മഹത്യ ചെയ്താൽ ഇവർ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം IT ആക്ട് പ്രകാരം അത് തന്നെയല്ല, അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡാണ്. ഈ 2 കാര്യം ഇതിൻ്റെ അകത്ത് വരും. അതുകൊണ്ട് ശക്തമായ നടപടി ഇതിനകത്ത് പോലീസ് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നീതി ലഭിക്കുകയുള്ളൂ. ഈ പ്രവണത അവസാനിക്കണം. പലരും സോഷ്യൽ മീഡിയയിൽ നമ്മൾ മറ്റുള്ളവരെ അവരുടെ മുഖം കാണിച്ച് അവരുടെ പ്രവൃത്തി കാണിച്ച് അത് പണമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. നമ്മൾ മാറി ചിന്തിക്കണം. സ്ത്രീകൾ ധാരാളം പേര് ഇപ്പം അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് വരുന്നത് നമ്മൾ കോട്ടയത്തെ കണ്ടല്ലോ, ഷേർലി മാത്യുവിൻ്റെയൊക്കെ കണ്ടല്ലോ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ ചിന്തയ്ക്ക് ഒരു ലിമിറ്റ് വിട്ട് അപ്പുറത്ത് പോയി. കുടുംബാന്തരീക്ഷത്തിൽ നിന്നൊക്കെ അത് വെളിയിൽ പോയി, അത് സോഷ്യൽ മീഡിയയുടെ പരിധിക്ക് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഓരോരുത്തരെയും നമുക്ക് എല്ലാ കാര്യത്തിനും കുടുംബജീവിതത്തിനും ഒരു റെസ്ട്രിക്ഷനുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ അന്തരീക്ഷം നമ്മൾ നോക്കണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇതുപോലെ പ്രവർത്തനമുണ്ടല്ലോ. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്നും ഒരു 90% ആളും കുടുംബജീവിതമായിട്ട് ജീവിക്കുന്നത്? നമ്മളിതെല്ലാം പരീക്ഷിച്ച് BC മുതൽ ഇതൊക്കെ പരീക്ഷിച്ച് നമ്മളിതൊക്കെ പാഠം ഉൾക്കൊണ്ട് ഒരാൾക്ക് ഒരു വിവാഹം പറഞ്ഞ് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടുവന്നവരാണ് ഇന്ത്യക്കാരെല്ലാം.
അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു തലമുറ, ചെറിയൊരു തലമുറ ഇവിടെ വന്നു കഴിഞ്ഞു. അതിൻ്റേതായ കഷ്ടനഷ്ടങ്ങളെല്ലാം സമൂഹത്തിനുണ്ടാകുന്നു. പല ആൾക്കാരും മരണപ്പെടുന്നു, പല ആൾക്കാരും ഇതുപോലെ ആത്മഹത്യയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രവണത നല്ലതല്ല. ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിൽ പരാതി പറയുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലെ എടുത്ത് ചാടരുത്, നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അസംഖ്യം വീഡിയോകൾ ഇത്തരത്തിൽ നമുക്ക് ഇപ്പോൾ ഉണ്ട്. ട്രെൻഡിങ് മറ്റേ വീഡിയോ, അതിന് അനുകൂലമായും പ്രതികൂലമായും അതിൻ്റെ റിയാക്ഷനുകൾ അത് ട്രെൻഡിങ് ആവുക, അതിന് ഈ പറയുന്ന രീതിയിൽ ലൈക്കും ഷെയറും കൂടുതൽ, അതുവഴി മോണിറ്റൈസേഷൻ ഉണ്ടാവൽ, വില ജീവനുകളാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.